നമുക്ക് പുറത്ത് ഡാനി പോൾ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? യെസ്, ഡാനിയിലേക്ക് വരുമ്പോൾ നാളത്തെ ഒരു ബി.ജെ.പിയുടെ ശക്തി കേന്ദ്ര യോഗം വളരെ നിർണായകമാണ്. കാരണം പ്രവർത്തകർക്ക് ഇതിപ്പോൾ പൊതുജനങ്ങളെ ആകർഷിക്കാൻ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ റോഡ് ഷോ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിനപ്പുറം ഈ പ്രവർത്തകരെ അദ്ദേഹം അഭിസംബോധന ചെയ്യുമ്പോൾ കൃത്യമായ ചില രാഷ്ട്രീയ നിർദ്ദേശങ്ങൾ പങ്കുവെക്കാനുണ്ടാവും. ആ പങ്കുവെക്കൽ അതെന്താകുമെന്ന വളരെ പ്രസക്തമായ ഒരു ആകാംക്ഷയുയർന്ന കാര്യം ബി.ജെ.പി പ്രവർത്തകർക്ക് മുന്നിലുണ്ട്. ബി.ജെ.പി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ലക്ഷ്യമിടുന്ന പ്രചരണ തന്ത്രത്തിന്റെ ഒരു കൃത്യമായ സൂചന ഈ പ്രധാനമന്ത്രി പ്രവർത്തകരുമായി പങ്കുവെച്ചേക്കാം അല്ലെ? അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെ ഡാനി? തീർച്ചയായും സുജിത്ത്, കാരണം ഇപ്പോൾ നടക്കുന്ന ഈ റോഡ് ഷോ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ അത് പ്രവർത്തകരെ ഒരു വലിയ ആവേശത്തിലേക്ക് എത്തിക്കും. അതിനും അപ്പുറം ഈ തെരഞ്ഞെടുപ്പ് എന്ന ലക്ഷ്യത്തിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായും നാളെ നടക്കുന്ന ഈ മറൈൻ ഡ്രൈവിൽ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്നതാണ് ഏറ്റവും പ്രധാനമെന്ന് തന്നെ പറയാം. കാരണം അതിലാണ് ഈ താഴെത്തട്ടിലുള്ള ഏറ്റവും ഗ്രാസ് റൂട്ട് ലെവലിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകരുടെ ഒരു ഏകോപനം സംബന്ധിയായ കാര്യങ്ങൾ നടക്കുന്നത്. നിശ്ചയമായും അതിൽ തന്നെയായിരിക്കും, അതൊരു സംശയവുമില്ല. കാരണം കേരളത്തിലെ തന്നെ 7000-ഓളം പ്രമുഖന്മാരാണ് ഇതിൽ പങ്കെടുക്കുന്നത്. അവർക്ക് കൃത്യമായ രീതിയിലുള്ള വിശദീകരണങ്ങളും കാര്യങ്ങളും നൽകിയിട്ടുണ്ട്. കാരണം അവരുടെ പ്രവർത്തന തലം എന്ന് പറയുന്നത് ഏറ്റവും താഴെത്തട്ടിൽ പ്രവർത്തിക്കുക എന്നത് തന്നെയാണ്. അത് വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ ഏകോപനങ്ങളിൽ നിന്നുകൊണ്ട് അതിന്റെ സജീവതയിൽ നിന്നുകൊണ്ട് തന്നെ പ്രവർത്തിക്കുക എന്നത് തന്നെയാണ് അവരുടെ ഒരു അജണ്ട എന്ന് പറയുന്നത്. അത് മാത്രവുമല്ല, ഇങ്ങനെ രൂപീകരിക്കപ്പെടുന്ന ഇത്തരം ഈ രാഷ്ട്രീയ പ്രമുഖന്മാരുടെ യോഗത്തിൽ ഇതാദ്യമായാണ് പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യുന്നത്. അതും കേരളത്തിലാണ്. മറ്റെവിടെയും അദ്ദേഹം ഇങ്ങനെ ഒരു യോഗത്തെ അഭിസംബോധന ചെയ്തിട്ടില്ല എന്നത് ശ്രദ്ധയോടെ നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്. ഇതിൽ കേരളത്തിലാണ് അദ്ദേഹം അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ആവേശം വളരെ വലുത് തന്നെയാണ്. അവർക്ക് കൃത്യമായ രീതിയിലുള്ള നിർദ്ദേശങ്ങൾ വരുന്ന കാലം തയ്യാറെടുപ്പിന്റെ ഒരുക്കത്തിന്റെ ഒരു കാലഘട്ടമാണ് മുന്നോട്ട് വരുന്നത്. അത് ഈ റോഡ് ഷോ എന്ന് പറയുന്നത് അത് തെരഞ്ഞെടുപ്പിലേക്കുള്ള അതൊരു റൂട്ട് തന്നെയാണ്, ഒരു മാറ്റവുമില്ല. അതിന് തൊട്ടടുത്ത ദിവസങ്ങളിൽ നടക്കുന്ന ഈ യോഗവും അതിലേക്കുള്ള കൃത്യമായൊരു ദിശാസൂചിക തന്നെയാണ്. അവർക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾ അത് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഒരു പ്രധാനമന്ത്രി തന്നെ നേരിട്ട് ബി.ജെ.പിയുടെ ഏറ്റവും ഐക്കണായ ഒരാൾ തന്നെ വന്ന് നേരിട്ട് തന്നെ അവരോട് സംസാരിക്കുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഏറ്റവും ആദ്യം ഒരുങ്ങുന്നത് ബി.ജെ.പി ആണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ട ഒന്ന്. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് അടക്കം പോകുമ്പോൾ ഇതുവരെയും എങ്ങനെയാണ് സംസ്ഥാന ബി.ജെ.പി നേതൃത്വം ഇത് കാണുന്നത് എന്നുകൂടി വളരെ ഒരു ശക്തി പ്രകടനമായിക്കൊണ്ട് തന്നെ ഈ റോഡ് ഷോ അടക്കമുള്ളത് നാളത്തെ മറൈൻ ഡ്രൈവിലെ സമ്മേളനമെല്ലാം സജ്ജീകരിക്കാനുള്ള ഒരു നീക്കത്തിൽ കൂടിയാണ് ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം. സ്വാഭാവികമായിട്ടും സംസ്ഥാന നേതാക്കൾ, സംസ്ഥാന അധ്യക്ഷൻ അടക്കമുള്ളവർ കുറെ ദിവസങ്ങളായി കൊച്ചിയിൽ തന്നെ ക്യാമ്പ് ചെയ്തുകൊണ്ട് ഇതെല്ലാം സജ്ജീകരിക്കുന്ന കാഴ്ചകളെല്ലാം ഉണ്ട്. സംസ്ഥാന ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം പ്രധാനപ്പെട്ടതാകുന്നു, എങ്ങനെയുള്ളൊരു ശക്തി പ്രകടനമാക്കി മാറ്റണം എന്നാണ് പാർട്ടി വിഭാവനം ചെയ്തിരിക്കുന്നത്? അപർണ, അതിൽ കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട്, കൃത്യമായ ടാർഗറ്റുണ്ട്. കാരണം ഇത് വെറുതെ വന്നു പോകുന്ന ഒരു റോഡ് ഷോയോ കാര്യങ്ങളോ ഒന്നും തന്നെയല്ല. പ്രവർത്തകരെ ഒരേ രീതിയിൽ തന്നെ ആവേശത്തോടെ നിലനിർത്തിക്കൊണ്ട് പോകുക എന്നാണ്. തൃശ്ശൂരിന് ശേഷം കൊച്ചിയിലേക്ക് എത്തുന്നു, കൊച്ചി എറണാകുളത്തേക്ക് എത്തുന്നു, എറണാകുളത്ത് വലിയ രീതിയിലുള്ള റോഡ് ഷോ നടക്കുന്നു. എറണാകുളത്തും നേരത്തെ യുവം സംഗമവും എല്ലാം നടന്നതും എറണാകുളത്ത് തന്നെയാണ്. വലിയ രീതിയിൽ അത് സംഘടിപ്പിക്കപ്പെട്ടു. ഇപ്പോൾ നടക്കുന്ന റോഡ് ഷോയും ഇളക്കി മറിച്ചുകൊണ്ട് ബി.ജെ.പിയുടെ സംഘാടന മികവ് അത് കഴിഞ്ഞ 2 പരിപാടികളിലായിട്ട് നമ്മൾ കാണുന്നുണ്ട്. എറണാകുളത്ത് സവിശേഷമായിട്ട് തന്നെ കാണുന്നുണ്ട്. അപ്പോൾ ഇത്തരം ഏകോപന കാര്യങ്ങളിലെല്ലാം തന്നെ വളരെ കൃത്യതയോടുകൂടിയും സൂക്ഷ്മതയോടുകൂടിയും ഇടപെടാൻ ബി.ജെ.പിക്ക് കഴിയുന്നുണ്ട് എന്ന് തന്നെ അവരെ സ്വയം ബോധ്യപ്പെടുത്തുക, അതിനൊപ്പം തന്നെ എതിരാളികളെയും ഒരേപോലെ തന്നെ ഇത്തരം കാര്യങ്ങൾ അവരെ മനസ്സിലാക്കി കൊടുക്കുക എന്ന കൃത്യമായ ഒരു അജണ്ട തന്നെ ഇതിൽ ഉണ്ട്. അത് കൃത്യമായി അവരത് നടപ്പാക്കുന്നുമുണ്ട് എന്നത് എടുത്ത് പറയേണ്ടി തന്നെ വരും. ഇതിൽ എറണാകുളം എന്നത് നേരത്തെ പലരും സൂചിപ്പിച്ചതുപോലെ ഇതിൽ വളരെ സാധ്യതകൾ അവശേഷിപ്പിക്കപ്പെടുന്ന ഒരിടമാണ്. എറണാകുളം ജില്ലയിൽ തന്നെ പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പോലും ബി.ജെ.പിക്ക് സീറ്റുകൾ നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. കൊച്ചിൻ കോർപ്പറേഷനിൽ 5 അവരുടെ പ്രാതിനിധ്യം. 10ഓളം ഇടങ്ങളിൽ 2ാം സ്ഥാനത്തേക്ക് എത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. തൃപ്പൂണിത്തുറ നഗരസഭയിലുണ്ട്. ചുറ്റുപാടുമുള്ള മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിലും എല്ലാം തന്നെ ബി.ജെ.പിക്ക് ഗണ്യമായ തോതിൽ
ഒറ്റയ്ക്കെന്ന രീതിയിൽ തന്നെ മുന്നേറ്റം നടത്താൻ സാധിച്ചിട്ടുണ്ട്. BJP ഒറ്റയ്ക്കെന്ന രീതിയിൽ തന്നെ അതിൽ വലിയ രീതിയിലുള്ളൊരു വോട്ട് ഷെയർ മേടിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ വലിയ ഇടപെടലുകൾ തൃശ്ശൂരിന് പുറത്തും നടത്തുന്നു എന്നത് നമ്മൾ മറന്നുകൂടാ എന്നത് തന്നെയാണ്. ഇവിടെ നേരത്തെയും തന്നെയും BJP അവർ മതമേലധ്യക്ഷന്മാരെ അടക്കം കണ്ട് നേരത്തെ ജനസമ്പർക്ക പരിപാടി പോലുള്ള പല പരിപാടികളും എല്ലാം തന്നെ നടത്തുന്നു. അതുകൊണ്ട് എല്ലാത്തിൻ്റെയും വഴികൾ ചെന്ന് അവസാനിക്കുന്നത് കൃത്യമായ ഒരു അജണ്ടയിൽ തന്നെയാണ്. അത് ആ രീതിയിൽ തന്നെ നടപ്പാക്കിയെടുക്കാൻ സംസ്ഥാനത്തെ ഘടകം അത് എത്രമാത്രം പ്രതിജ്ഞാബദ്ധമാണെന്ന് ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇതുപോലുള്ള സന്ദർശനങ്ങൾ, ഇതുപോലുള്ള റോഡ് ഷോകൾ അടക്കം അവരുടെ കൂടി ഉത്തരവാദിത്വത്തെ കേന്ദ്ര നേതൃത്വം ഓർമ്മിപ്പിക്കുന്നു എന്നത് തന്നെയാണ് മനസ്സിലാക്കാനുള്ളത്.